തുള്ളൽ എന്ന പദത്തിന് എന്താണ് അർത്ഥം? തുള്ളൽ എന്ന പദത്തിന് എന്താണ് അർത്ഥം? നൃത്തം. നൃത്തം എന്നാണ് തുള്ളൽ എന്ന പദത്തിന് അർത്ഥം. കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ടിൽ. 18-ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന പ്രാചീന കവിത്രയം സീരീസിലെ 3-ാമത്തെ ക്വിസ്. കുഞ്ചൻ നമ്പ്യാർ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂൾ, കോളേജ്, PSC, GK എന്നിവയ്ക്ക് അത്യാവശ്യമായ ചോദ്യങ്ങളടങ്ങിയ ക്വിസ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സ്വാഗതം. കുഞ്ചൻ നമ്പ്യാർ എന്നാണ് ജനിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ എന്നാണ് ജനിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്? 1705 മെയ് 5-ന്. 1705 മെയ് 5-നാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാട് ഏതു ജില്ലയിലാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാട് ഏതു ജില്ലയിലാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച നാട്, ഗ്രാമം. പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാട്? പാലക്കാട് ജില്ലയിൽ ലക്കിടിക്കടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്തുള്ള കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. കുഞ്ചൻ നമ്പ്യാർ ഏതു കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആയാണ് അറിയപ്പെടുന്നത്? തുള്ളൽ. തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവായാണ് കുഞ്ചൻ നമ്പ്യാരെ കണക്കാക്കുന്നത്. കുഞ്ചൻ നമ്പ്യാരിലെ കലാകാരനെ പ്രോത്സാഹിപ്പിച്ച ചെമ്പകശ്ശേരി രാജാവ്. കുഞ്ചൻ നമ്പ്യാരിലെ കലാകാരനെ പ്രോത്സാഹിപ്പിച്ച ചെമ്പകശ്ശേരി രാജാവാണ് ദേവനാരായണൻ. രാജാവ് ദേവനാരായണൻ. ചെമ്പകശ്ശേരി രാജ്യത്തെ ഏതു ക്ഷേത്രമുറ്റത്താണ് നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ചത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം അങ്കണത്തിൽ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ. കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ അമ്പലമുറ്റത്ത് അവതരിപ്പിച്ചു വന്നിരുന്ന ഏത് കലാരൂപത്തിൻ്റെ പിന്നണി വാദ്യക്കാരനായിരുന്നു? കൂത്ത്. കൂത്ത് എന്ന കലാരൂപത്തിൻ്റെ പിന്നണി വാദ്യക്കാരനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. കൂത്തിന് പിന്നണിയിൽ ഏത് വാദ്യമാണ് നമ്പ്യാർ വായിച്ചിരുന്നത്? മിഴാവ്. കൂത്തിൻ്റെ പിന്നണി വാദ്യമായ മിഴാവ്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ച തുള്ളൽ ഏതായിരുന്നു? കല്യാണ സൗഗന്ധികം തുള്ളൽ. കല്യാണ സൗഗന്ധികം തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചത്. കുഞ്ചൻ നമ്പ്യാർ പ്രചരിപ്പിച്ച തുള്ളൽ എത്ര തരത്തിലുണ്ട്? 3 തരം. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ 3 തരം തുള്ളലുകൾ. തുള്ളലിലെ പക്കമേളക്കാർ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏവ? തുള്ളലിലെ പക്കമേളക്കാർ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളം, കൈമണി എന്നിവ. മദ്ദളം, കൈമണി. ഓട്ടൻ തുള്ളലിനെ സ്വാധീനിച്ചിട്ടുള്ള അനുഷ്ഠാന കലാരൂപം ഏത്? പടയണി. പടയണി ഓട്ടൻ തുള്ളലിനെ സ്വാധീനിച്ച അനുഷ്ഠാന കലയാണ്. തുള്ളൽ കലാകാരന്മാർ മെയ്വഴക്കം കിട്ടാനായി പരിശീലിച്ചു വരുന്ന അഭ്യാസകല. തുള്ളൽ കലാകാരന്മാർ മെയ്വഴക്കം കിട്ടാനായി പരിശീലിച്ചു വരുന്ന അഭ്യാസകല കളരി അഭ്യാസം. ഓട്ടൻ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് എത്ര കലാകാരന്മാരാണ് സംഘത്തിൽ ആവശ്യമായിരിക്കുന്നത്? 3 പേർ. 3 പേർ ചേർന്നാണ് ഓട്ടൻ തുള്ളൽ അവതരിപ്പിക്കുന്നത്. ഓട്ടൻ തുള്ളൽ അവതരിപ്പിക്കുന്ന തുള്ളൽക്കാരനൊപ്പം എത്ര പക്കമേളക്കാരാണ് ഉണ്ടാവുക? 2 പേർ. പക്കമേളക്കാരായി 2 പേരാണ് ഉണ്ടാവുക. തുള്ളൽക്കാരൻ അംഗവിക്ഷേപങ്ങളോടെ പാട്ടുപാടി അവതരിപ്പിക്കുമ്പോൾ കൂടെ പാടുന്നയാൾക്ക് പേര്? ശിങ്കിടി. ശിങ്കിടി എന്നാണ് തുള്ളൽക്കാരനൊപ്പം പാടുന്നയാളെ പറയുന്ന പേര്. ഓട്ടൻ തുള്ളലിലെ വാദ്യക്കാരിൽ മദ്ദളം ഉപയോഗിക്കുന്നയാൾക്ക് പറയുന്ന പേര്? പൊന്നാനി. പൊന്നാനി എന്നാണ് മദ്ദളം വായിക്കുന്നയാൾക്ക് ഓട്ടൻ തുള്ളലിൽ പറയുന്നത്. ഓട്ടൻ തുള്ളലിലെ വാദ്യക്കാരിൽ കുഴിത്താളം അഥവാ കൈമണി ഉപയോഗിക്കുന്നയാളിൻ്റെ പേര്? ശിങ്കിടി.
ശിങ്കിടി എന്നാണ് കുഴിത്താളം അഥവാ കൈമണി ഉപയോഗിക്കുന്ന ആളെ പറയുന്നത്. വേഗത്തിൽ പാട്ട് പാടേണ്ടുന്ന തുള്ളൽ ഏതാണ്? വേഗത്തിൽ പാട്ട് പാടേണ്ടുന്ന തുള്ളൽ ഏതാണ്? ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ. വേഗത കുറച്ച് പാടേണ്ടുന്ന തുള്ളൽ ഏത്? വേഗത കുറച്ച് പാടേണ്ടുന്ന തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. ശീതങ്കൻ തുള്ളൽ. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം ഏത് തുള്ളൽ വിഭാഗത്തിൽ പെട്ടതാണ്? കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിച്ച കല്യാണ സൗഗന്ധികം തുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ പെടുന്നു. പതിഞ്ഞ രീതിയിൽ അഥവാ സാവകാശം പാടേണ്ട തുള്ളൽ ഏതാണ്? പറയൻ തുള്ളൽ. പറയൻ തുള്ളലാണ് പതിഞ്ഞ രീതിയിൽ പാടുന്ന തുള്ളൽ. ഓട്ടൻതുള്ളൽ കലാകാരൻ അരയിൽ അണിയുന്ന തുണിനാടകൾ കൊണ്ടുള്ള പാവാടയിലെ തുണിനാടകൾക്ക് പേര്? അമ്പലപ്പുഴ കോണകം. അമ്പലപ്പുഴ കോണകം എന്നാണ് ഓട്ടൻതുള്ളൽ കലാകാരൻ അരയിൽ അണിയുന്ന തുണിനാടകൾ കൊണ്ടുള്ള പാവാടയിലെ നാടകൾക്ക് പറയുന്ന പേര്. ഓട്ടൻതുള്ളലിലെ വേഷക്രമത്തിന് ഏത് കലാരൂപത്തോടാണ് സാമ്യമുള്ളത്? കഥകളി. കഥകളിയിലെ വേഷവുമായി. രാവിലെ അരങ്ങേറുന്ന തുള്ളൽ ഏതാണ്? രാവിലെ അരങ്ങേറുന്ന തുള്ളൽ പറയൻ തുള്ളൽ ആണ്. പറയൻ തുള്ളൽ. പൊതുവെ പാതിരായ്ക്ക് അവതരിപ്പിച്ചു വരുന്ന തുള്ളൽ ഏതാണ്? പൊതുവെ പാതിരായ്ക്ക് അവതരിപ്പിച്ചു വരുന്ന തുള്ളലാണ് ശീതങ്കൻ തുള്ളൽ. ശീതങ്കൻ തുള്ളൽ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അവതരിപ്പിക്കുന്ന തുള്ളൽ ഏത്? രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അവതരിപ്പിക്കുന്ന തുള്ളലാണ് ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളൽ. ഇന്ന് വേദികളിൽ എല്ലാ വിഭാഗം തുള്ളലും സമയം നോക്കാതെ അവതരിപ്പിക്കാറുണ്ട്. ചാക്യാരുടെ പരാതിയെ തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിന്റെ ഉള്ളിൽ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് വിലക്കുണ്ടായിരുന്ന ക്ഷേത്രം? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ അറിവിൽ തിളങ്ങാൻ അക്ഷരമുറ്റം ക്വിസ്. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ചൻ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? കുഞ്ചൻ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ് മെയ് 5 കുഞ്ചൻ നമ്പ്യാരുടെ ജന്മദിനം. 1746 തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ച് കീഴടക്കിയതോടെ കുഞ്ചൻ നമ്പ്യാർ എങ്ങോട്ടാണ് താമസം മാറിയത്? തിരുവനന്തപുരം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ ഓട്ടൻതുള്ളൽ കൃതികൾ: സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, രുക്മിണി സ്വയംവരം, സന്താന ഗോപാലം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ ശീതങ്കൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? കല്യാണ സൗഗന്ധികം, ധ്രുവചരിതം, ഗണപതി പ്രാതൽ എന്നിവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശീതങ്കൻ തുള്ളലുകളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ പറയൻ തുള്ളൽ കൃതികൾ ഏതൊക്കെ? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പറയൻ തുള്ളൽ കൃതികളാണ് ത്രിപുരദഹനം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം. കുഞ്ചൻ നമ്പ്യാർ തന്റെ ജീവിതാവസാന കാലത്ത് എവിടെയാണ് കഴിഞ്ഞത്? അദ്ദേഹം തന്റെ ജീവിതാവസാന കാലത്ത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമാണ് കഴിഞ്ഞിരുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ മരണത്തിന് കാരണമായി പറയുന്നത് എന്ത്? പേപ്പട്ടി വിഷബാധ. പേപ്പട്ടി വിഷബാധയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമായി പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ കൃതികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തം ഏതാണ്? തരങ്കിണി. തരങ്കിണി വൃത്തത്തിലാണ് അദ്ദേഹം ഓട്ടൻതുള്ളൽ കൃതികൾ രചിച്ചിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം. ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനം. കുഞ്ചൻ നമ്പ്യാർ രചിച്ച പ്രസിദ്ധമായ മണിപ്രവാള കൃതിയുടെ പേര്? ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. കുഞ്ചൻ നമ്പ്യാർ രചിച്ച പ്രധാന കിളിപ്പാട്ട് കൃതികളുടെ പേര്? പഞ്ചതന്ത്രം കിളിപ്പാട്ട്, നളചരിതം കിളിപ്പാട്ട്. ഈ 2 കൃതികൾ. കുഞ്ചൻ നമ്പ്യാർ തൻ്റെ തുള്ളൽ കൃതികളുടെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? പുരാണ കൃതികളിൽ നിന്നാണ് അദ്ദേഹം കഥാഭാഗങ്ങളും സന്ദർഭങ്ങളും എടുത്തിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം? അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തുള്ളൽ കലാകാരന്മാർ
തങ്ങളുടെ കണ്ണ് ചുവപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? എന്താണ്? ചുണ്ടപ്പൂവ്. ചുണ്ടയുടെ പൂവാണ് തങ്ങളുടെ കണ്ണ് ചുവപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ് നിർമ്മിച്ചിട്ടുള്ളത്? അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം. കുഞ്ചൻ നമ്പ്യാർ സ്മരണയ്ക്കായി പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കുഞ്ചൻ സ്മൃതിവനം ഉള്ളത്? ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിൽ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആര്? മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി ആയി അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. നമ്പ്യാരുടെ കൃതികളിൽ നിന്നുള്ള മലയാളത്തിലെ പ്രസിദ്ധമായ ചില ലോകോക്തികൾ നോക്കുക. മുല്ലപ്പൂമ്പൊടിയേറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം, കുണ്ടുകിണറ്റിലെ തവളക്കുഞ്ഞിന് കുന്നിന്മീതെ പറക്കാൻ മോഹം, ആശാൻ അക്ഷരമൊന്നു പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം, എലിയെപ്പോലെ ഇരിക്കുന്നവനൊരു പുലിയെപ്പോലെ വരുന്നതു കാണാം, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.